പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി തന്നു. പലരും ഈ പ്രഭാതം കാണുവാൻ കൊതിച്ചവർ, കഴിഞ്ഞ രാത്രികളിലൊക്കെ കിടന്നവർ, ഈ പ്രഭാതം കാണുവാൻ കഴിയാതെ ഈ ഭൂമുഖത്തുനിന്ന് യാത്ര പറഞ്ഞപ്പോൾ ഒരു ദിനവും കൂടെ കർത്താവ് നമുക്ക് ശേഷിപ്പിച്ചു തന്ന് കർത്താവിനെ പാടുവാനും സ്തുതിപ്പാനും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം തന്ന നല്ല അവസരവും ഒരു ഭാഗ്യവുമായി ഞാൻ കരുതിക്കൊള്ളുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മോട് സംസാരിപ്പാൻ, ദൈവ ശബ്ദം കേൾക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. പലപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള ഒരു ഭാഗങ്ങൾ. അങ്ങനെ അത് വേഗത്തിലൊന്നും പറഞ്ഞു. 18-ാം അധ്യായം അതിന്റെ 35 മുതലുള്ള ഭാഗങ്ങൾ പലപ്പോഴും പല മേഖലകൾക്കകത്തളങ്ങളിൽ കൂടെ പോകുമ്പോൾ, പല വിവിധ പ്രശ്നങ്ങൾക്കകത്തൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ആ ഭാഗം എന്നെ ശക്തീകരിക്കാറുണ്ട്. ആ ഭാഗം എന്റെ ഉള്ളിനകത്ത് വരുമ്പോൾ വല്ലാത്തൊരു ധൈര്യം എന്റെ അകത്ത് കർത്താവ് നൽകുകയും അതിനാലുള്ള വചനത്താലുള്ള വിടുതൽ പലപ്പോഴും എന്റെ ജീവിതത്തിനകത്ത് പ്രാപിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് ആ ചെറിയൊരു ഭാഗം പറഞ്ഞിട്ട് ദൈവവചന ചിന്തയിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകാം. എന്ത് തന്നെ ആയാലും ഇന്ന് പ്രഭാതത്തിൽ അതൊന്ന് പറയുന്നത് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 35 മുതൽ ഉള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. അവൻ യെരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്തെന്ന് അവൻ ചോദിച്ചു. നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. യെരിഹോവിനകത്ത് അടുത്തപ്പോൾ ഒരു കുരുടൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച യേശു കണ്ടു. അത് മാത്രമല്ല, പുരുഷാരം ഒത്തിരി തിക്കി തിരക്കി മുന്നോട്ട് കടന്നു പോകുമ്പോൾ പുരുഷാരത്തിന്റെ ആരവാരത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഈ കുരുടൻ ചോദിക്കുകയാണ്, ഈ ശബ്ദത്തിന്റെ പിന്നാലുള്ള കാര്യം എന്താ? ഇത്രത്തോളം ആരവാരം വരുമ്പോൾ യെരിഹോവിന്റെ മണ്ണിനകത്ത് ഇന്നുവരെയും ഇത്രത്തോളം ഒരു ശബ്ദം കേട്ടിട്ടില്ല. പക്ഷേ കേട്ടിട്ടുണ്ടാകും, പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു ശബ്ദം ഇതുവരെയും കേട്ടിട്ടില്ല. ഈ ശബ്ദത്തിന്റെ പിന്നാലെയുള്ള കാര്യം എന്താണ് എന്ന് ഇവിടെ കുരുടൻ ചോദിക്കുകയാണ്. ആരവാരത്തിന്റെ ശബ്ദം, പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. നസ്രയനായ യേശു കടന്നു പോകുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞു, ഇതുവഴി യേശു കടന്നു പോകുന്ന ശബ്ദമാണ് നാം കേട്ടത്. ആമേൻ. ഖലീല തന്റെ ജീവിതത്തിനകത്ത് കുരുടനാണ്, ഇതുവരെയും കാഴ്ച എന്താ ശബ്ദം മാത്രം കേൾക്കാൻ പറ്റത്തുള്ളൂ. കേൾവി കൊണ്ടാണ് പലരെയും തിരിച്ചറിഞ്ഞത്. തന്റെ കണ്ണുകൊണ്ട് കണ്ടോ, തന്റെ കണ്ണുകൊണ്ട് മറ്റുള്ളവ എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ജീവിതത്തിനകത്തളങ്ങൾ കേൾവി കൊണ്ട് മാത്രം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ജീവിതം, അതേ കേൾവി കൊണ്ട് പുരുഷാരത്തിന്റെ ആരവാര ശബ്ദം കേട്ടിട്ട് ചോദിച്ചു, ഇതെന്താ ശബ്ദമെന്ന്. ആ ശബ്ദത്തിന്റെ പിന്നിലുള്ള കാര്യം യേശുവാണെന്നുള്ള അറിവ് തിരിച്ചറിഞ്ഞപ്പോൾ, യേശുവിനെ കുറിച്ചുള്ള അറിവ് ഒരുപക്ഷെ യെരിഹോവിന്റെ മണ്ണിൽ കേട്ട് കാണും. യേശു ആരാണ്, എങ്ങനെയുള്ളവനാണ്, യേശുവിന്റെ അടുക്കൽ പോയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒരുപക്ഷെ യേശുവിനെ കുറിച്ചുള്ള തികച്ച അറിവ് തന്റെ കേൾവിയാൽ അല്ലെങ്കിൽ തന്റെ ചെവി കൊണ്ട് താൻ കേട്ടറിഞ്ഞ സത്യങ്ങൾ ഉള്ളിൽ അകത്തളങ്ങളിൽ കിടപ്പുണ്ട്. യേശു വഴിയരികെ നിൽക്കുന്നവന് സൗഖ്യം നൽകും, പള്ളിക്കകത്തും സൗഖ്യം നൽകും. അതുമാത്രമല്ല, തന്നെ യേശുവിന്റെ അടുക്കൽ വരുന്ന ആരെയും യേശു ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്നുള്ള തികഞ്ഞ ബോധ്യം ജനത്തിനുള്ളത് കൊണ്ടാണ് യേശുവിനെ അനുഗമിക്കുവാൻ ഒരു കൂട്ടം യേശുവിന്റെ അടുക്കൽ പോയി ആരും വെറുതെ വന്നിട്ടില്ല. അങ്ങനെ ഒരുപക്ഷെ ഈ കേൾവിയൊക്കെയും കുരുടന് കാഴ്ച കൊടുക്കുന്നു, ഊമന് സംസാരിക്കുവാനാക്കുന്നു, അതുപോലൊക്കെ ചെകിടന് കേൾവി കൊടുക്കുന്നു, പല മരിച്ചവരെ ഉയർപ്പിക്കുന്നു എന്നുള്ള യേശു ക്രിസ്തുവിന്റെ അത്ഭുതത്തിന്റെ വീര്യപ്രവർത്തികളെ ഈ കുരുടൻ ഒരുപക്ഷെ കേട്ടിരിക്കാം. ഈ ആരവാരത്തിന്റെ ശബ്ദത്തിന് പിന്നാലുള്ള ധ്വനി ചോദിച്ചു, യേശു ഈ വഴിയെ കടന്നു പോകുന്നു, ഇതുവഴി പോകുന്നത് യേശുവാണ്. ഇതിനു മുമ്പ് അനേകർ കടന്നു പോയിട്ടുണ്ട്, പക്ഷെ ഇന്ന് പോകുന്നത് വ്യത്യസ്തനായ ഒരുവനാണ്. ആ യേശുവിന്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ വിടുതൽ ലഭിക്കുമെന്നുള്ള കാഴ്ചപ്പാട് അതിനകത്ത് കടന്നു വരികയാണ്.
താൻ കേട്ട കേൾവിയുടെ പിന്നാലെ, താൻ കേട്ട യേശുവിന്റെ ശബ്ദത്തിന് പിന്നാലെ ഒരു ഇറങ്ങി അല്ലെങ്കിൽ ഇറങ്ങി ചോദിക്കത്തക്കവണ്ണം അവന്റെ അകത്തളങ്ങൾ വിശ്വാസം കവിഞ്ഞൊഴുകി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവൻ നസറേന യേശു കടന്നു പോകുന്നു. നമുക്കറിയാം, ഒരു ഭിക്ഷ യാചിക്കുവാൻ ഒരുവനെ ഇരുത്തുമ്പോൾ ഒന്ന് കാഴ്ചയില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഇരുത്തണം. പരാശ്രയത്തോട് ഇത്രയും കാലം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നവൻ ആശ്രയത്തോട്, മറ്റുള്ളവരുടെ ആശ്രയം ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് ഇതുവരെയും മുന്നോട്ട് വന്ന്. ആരെങ്കിലും കൊണ്ടിരുത്തിയാൽ, പിടിച്ചിരുത്തിയാൽ, ആരെങ്കിലും ആഹാരം തന്നാൽ കഴിച്ചു പോകും. മാത്രമല്ല, മറ്റുള്ളവർ എന്തെങ്കിലും ദാനം നൽകിയാൽ ആ ഒരു നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തി തന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം താൻ ആഗ്രഹിച്ചു, തന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം ആഗ്രഹിച്ചു എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശബ്ദത്തിന്റെ പിന്നാലുള്ള ധ്വനി, ഇത് ആരാണെന്നുള്ള തിരിച്ചറിവ് അകത്ത് വന്നപ്പോൾ നസറേന യേശു കടന്നു പോകുന്നു എന്നുള്ള ശബ്ദത്തിന് അനന്തരം താൻ നിലവിളിക്കുവാൻ തുടങ്ങി, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. തന്റെ ജീവിതത്തിനകത്ത് മാറ്റം വരുത്തുവാൻ ഈ ഉലകത്തിലെ ഒരുവനും കഴിയത്തില്ല. സ്വർഗം വിട്ട് വിണ്ണ് വിട്ട് താഴേക്ക് ഇറങ്ങി വന്ന, ഈ മണ്ണിലേക്ക് വന്ന സർവശക്തനായ യേശുവിനല്ലാതെ മറ്റൊരാൾക്കും കഴിയത്തില്ല എന്നുള്ള കാഴ്ചപ്പാട് പ്രാപിച്ചവൻ അതിനകത്തു നിന്ന് വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. കേട്ട ധ്വനി, നസറേന യേശു കടന്നു പോകുന്നു. മറ്റുള്ളവർ പറഞ്ഞ അറിവിൻ പ്രകാരമല്ല, അതിനപ്പുറമായി യേശുവിനെ കുറിച്ച് താൻ കേട്ട കേൾവിക്ക് അപ്പുറമായി തന്റെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ കാഴ്ചപ്പാടിനകത്തു നിന്നുകൊണ്ട്, വ്യക്തമായ ഒരു കാഴ്ചപ്പാടിനകത്തു നിന്നുകൊണ്ടാണ് ഒരുവൻ നിലവിളിക്കുവാൻ തുടങ്ങിയത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. യേശുക്രിസ്തുവിന്റെ അനുഭവങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അനേക പ്രവർത്തികൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പോലും നമുക്ക് നിലവിളിപ്പാൻ കഴിയുന്നില്ല. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പോലും നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നില്ല. ശരിയല്ലയോ ദൈവമക്കളെ? ദൈവം നമുക്ക് ചെയ്ത നന്മകള്, ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്തിട്ട് അതിനപ്പുറമായി വിളിക്കാൻ നമുക്ക് കഴിയാറില്ല. പക്ഷേ ഇവിടെ ജീവിതത്തിനകത്ത് ഒന്നുപോലെ ഇതുവരെ ലഭിച്ചിട്ടില്ല. പുറമേ കണ്ണിരുളാണ്, ഒരു വെളിച്ചം കണ്ടിട്ടില്ല. സകലതും തന്റെ മുമ്പ് ഒന്നുമില്ലാത്തവനായി നിൽക്കുമ്പോൾ അവൻ കേട്ട കേൾവിയുടെ അതിനകത്ത് നിന്നല്ല, അതിനപ്പുറമായി നിലവിളിക്കുവാൻ തുടങ്ങി, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അല്ലയോ കുരുടനെ, നിനക്ക് എങ്ങനെയാ നിലവിളിക്കുവാൻ കഴിഞ്ഞത്? അവനൊറ്റ ഉത്തരവേ ഉള്ളൂ, സകലത്തിനും പരിഹാരം നൽകുവാൻ യേശുവിന് കഴിയുമെന്നുള്ള തികഞ്ഞ ബോധ്യം, തിരിച്ചറിവ് എന്റെ അകത്ത് കടന്നു വന്നതുകൊണ്ടാ ഞാൻ ഈ ഒരു വിളിക്കുവാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു നിലവിളിക്കകത്ത് നിന്നുകൊണ്ട് വിളിച്ചവൻ, അതിനകത്ത് നിന്ന് കരഞ്ഞവൻ, അതിനകത്ത് തന്റെ വേദന, തന്റെ ഇത്രയും വർഷക്കാലത്തുള്ള വേദന, ഒരു മനുഷ്യരെ കാണാൻ പറ്റത്തില്ല, ഒരു വഴി പോകാൻ പറ്റത്തില്ല, ജീവിതത്തിന്റെ വേദന അല്ലെങ്കിൽ ജീവിതത്തിന്റെ അനുഭവം ആരോടും പറയുവാനോ പങ്കുവയ്ക്കാനോ കഴിയത്തില്ല. താൻ അനുഭവിച്ച തിക്താനുഭവങ്ങളുടെ വേദനകളുടെ നീണ്ട ഭാരമാണ് കുരുടനെന്ന്. എല്ലാവരും പറയടോ, കുരുടൻ പോകുന്നു, കാഴ്ചയില്ലാത്തവൻ പോകുന്നു. ചൂണ്ടിക്കാണിക്കുവാൻ തക്കമുള്ള കുറവുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, കുറവുകളെ പറഞ്ഞ് നിന്ദിക്കുമ്പോൾ ആ നിന്ന വാചകം അകത്ത് കിടക്കുക. ഇത് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പല കുറവുകളും പല തെറ്റുകളും ചൂണ്ടിക്കാണിച്ച് പലപ്പോഴും നമ്മുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ, ആ വിരൽ ചൂണ്ടുന്നവരുടെ മുമ്പാകെ തല ഉയർത്തി നിൽക്കുവാൻ ആഗ്രഹമുണ്ടോ? ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അതിനകത്തു നിന്ന് നിലവിളിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിനകത്ത് നിങ്ങൾ പുറത്തു വരുവാനിടയായി തീരും.
Praise the Lord. ഹല്ലേലൂയ. ഇവിടെയും നിലവിളിക്കുമ്പോൾ ആരാ എന്ന് പറഞ്ഞു കൊടുക്കുവാനുണ്ട്. പക്ഷെ യേശു അവന്റെ ശബ്ദം കേട്ടിട്ട്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഒരുവൻ നിലവിളിക്കുമ്പോൾ ആ നിലവിളിയുടെ അകത്ത് തടയുന്ന ഒരു കുറെ വ്യക്തിജീവങ്ങളെ കാണുവാൻ മുന്നടക്കുന്നവൻ അവൻ എന്ത് ചെയ്തു? മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. ഈ മുന്നടക്കുന്നവൻ ആരാ? കർത്താവിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും പ്രാപിച്ചവരാ. ഹല്ലേലൂയ. അവരെന്ത് ചെയ്തോ? അവരെ തടയുകയാ. ഒരുപക്ഷെ അവരെ കൊണ്ടിരുത്തിയവരും തടയുന്നതായിരിക്കും. കാരണം ഇവൻ കാരണം നന്മ അനുഭവിക്കുന്നവരാ. ഈ ഒരു ലെവൽ വിട്ട് പുറത്തു വന്നാൽ അടുത്ത് വീണ്ടും ഇവിടെ വന്നിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇനി ഈ നന്മ ഞങ്ങൾക്കും അനുഭവിക്കാൻ പറ്റത്തില്ല. ആ ഒരു ലക്ഷ്യബോധത്തോടെ തടയുന്നു. ഹല്ലേലൂയ. മുന്നടക്കുന്നവർ അവനെ തടയുവാനിടയായി തീർന്നു. നീ ഇതിനകത്ത് പ്രവേശിക്കണ്ട, നീ ഇന്നലെ വരെ ഇരുന്നത് പോലെ, ഈ നിമിഷം ഇരുന്നത് പോലെ ഇരുന്നാൽ മതി എന്നുള്ള ആഗ്രഹത്തോട് അടിച്ചമർത്തുമ്പോൾ, ഇതിനകത്തുനിന്ന് നീ എഴുന്നേൽക്കരുത്, നീ പുറത്തു വരരുത് എന്ന് ലോകം നിനക്കെതിരെ വിരൽ ചൂണ്ടി നിന്നെ അടിച്ചമർത്തുമ്പോൾ അതിനകത്ത് ഈ കുരുടൻ ഒതുങ്ങിപ്പോയില്ല. അതിനകത്ത് ആ പുരുഷാരത്തിന്റെ ആരവാരത്തിന്റെ ശബ്ദത്തെക്കാളും അധികം ശബ്ദമെടുത്ത്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. അടിച്ചമർത്തലുകൾ ഒതുക്കപ്പെടാതെ, അടിച്ചമർത്തുന്നവന്റെ വാക്കിനകത്ത് പെട്ടുപോകാതെ, എന്റേതാണ് വിഷയം, എനിക്കാണ് പരിഹാരം വേണ്ടത്, എനിക്കാണ് വിടുതൽ വേണ്ടത്, എനിക്കാണ് സൗഖ്യം വേണ്ടത് എന്നുള്ള ആഗ്രഹത്തോടെ പുരുഷാരത്തിന്റെ അവഗണനയോ പുരുഷാരത്തിന്റെ ശബ്ദമോ അതിനെ നോക്കാതെ അതിനപ്പുറമായി അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് കഴിയോ അതിനപ്പുറമായി എനിക്കൊന്ന് നിലവിളിക്കുവാൻ, അതിനപ്പുറമായി ഒന്ന് കരയുവാൻ? ഒരുപക്ഷെ കുടുംബത്തിനകത്ത് വിരൽ ചൂണ്ടുക പറയുന്ന ആൾക്കാരുണ്ടാവും. ഇത്ര നാൾ നീ പ്രാർത്ഥിച്ചിട്ട് എന്നാ നേടി? ഇത്ര നാൾ കരഞ്ഞിട്ട് നീ എന്നാ നേടി? നീ ശബ്ദം ഉയർത്തുമോ എന്ന് നിന്നയുടെ അവഗണനയുടെ വാക്കുകൾ പറഞ്ഞ് തളർത്തുമ്പോൾ അതിനകത്ത് തളർന്നു പോകാതെ, അതിനകത്ത് ശക്തിയോടെ എഴുന്നേൽപ്പാൻ, അതിനകത്ത് ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ, അതിനകത്ത് നിലവിളി കേൾക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് പറഞ്ഞ് പുരുഷാരത്തെ വകവയ്ക്കാതെ ആർക്ക് കരയുവാൻ കഴിയുമോ അവരുടെ മുമ്പിൽ യേശു നിൽക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പറ, കർത്താവ് എന്റെ നിലവിളി പല വിഷയത്തിനകത്ത് പലരും നമ്മളോട് പറഞ്ഞ് പലരും പലരുടെ വാക്കുകളും കേട്ട് നമ്മളൊക്കെ പകുതി വഴി വെച്ച് നിർത്തിയ പല നിലവിളിയുടെ ശബ്ദമുണ്ട്, പല പ്രാർത്ഥനകളുടെ വിഷയമുണ്ട്. അതൊക്കെയും പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, അതൊക്കെയും നേരെ ദൈവത്തോട് ഹല്ലേലൂയ കരയുവാൻ കഴിയാതെ പകുതി വഴിയിൽ അസ്തമിച്ചിരിക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ പറയുന്ന കർത്താവേ, അതിനപ്പുറമായി എന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ ഈ ഉലകത്തിലെ ഒരുവനും കഴിയത്തില്ല. എന്റെ കണ്ണുനീരിന് മറുപടി പറയുവാൻ ഈ ലോകത്തിലെ ഒരുവരും കഴിയത്തില്ല. കൂടെ ഒപ്പം നിൽക്കുന്നവർ തോന്നുന്നവർ പോലും പലപ്പോഴും നമ്മളെ തള്ളി മാറ്റിക്കൊണ്ട് ഇതിനകത്ത് വേണ്ട, മുന്നോട്ട് നീങ്ങണ്ട എന്ന് പറഞ്ഞ് അടിച്ചമർത്തുമ്പോൾ ആ അടിച്ചമർത്തലുകൾ ഒതുങ്ങിപ്പോകാതെ വീണ്ടും കരയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിലവിളിപ്പാൻ മനസ്സുണ്ടെങ്കിൽ, പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാ. നിന്റെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് കരുണ തോന്നണമെന്നുള്ളവരോട് കരുണ തോന്നുകയും കനിവ് തോന്നണമെന്നുള്ളവരോട് കനിവ് തോന്നുകയും ചെയ്യുന്ന ദൈവം കരുണയും കനിവും നിന്നോട് കാണിച്ചിട്ട് അവിടെ നിന്നിട്ട് പറയും, ഞാൻ നിനക്കെന്തോ ചെയ്തു തരണം. ആ ചോദ്യം നമ്മളോടും ചോദിക്കും കർത്താവ്, ഞാൻ നിനക്ക് എന്നാ ചെയ്തു തരേണ്ടത്? നിന്റെ ആഗ്രഹം എന്താണ്? നിന്റെ ആവശ്യം എന്താണ്? ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ പറയാമോ, എന്റെ ആവശ്യം ഇതാണ്, എന്റെ ആഗ്രഹം ഇതാണ് കർത്താവേ, എന്റെ ആഗ്രഹം അത് ഹല്ലേലൂയ നിന്നോട് ഞാൻ പറയുകയാ. എത്ര അടിച്ചമർത്തലുകളിൽ ഞാൻ ഒതുങ്ങി പോകത്തില്ല. എന്റെ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളെ മുന്നോട്ട് ഞാൻ ഇറങ്ങി പോകേണ്ട വ്യക്തിയാ. പക്ഷെ പലരും അടിച്ചമർത്തി ഒതുങ്ങിപ്പോയി. ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം നീ പോകരുത്, ഇതിനപ്പുറം നീ കേറി വരരുതെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കി നിർത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് വിട്ട്
ഇറങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ആലോചന വിളിച്ചു പറയുകയാ. ഇവിടം കൊണ്ട് മതി ആമെ അതിർവരമ്പുകൾ ഇട്ട് ആമെ ഇതിനപ്പുറം മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞ് മുന്നടക്കുന്നവർ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തടയലുകളിൽ നീ ഒതുങ്ങിപ്പോകാതെ അതിനകത്ത് ശക്തിയോടെ എഴുന്നേറ്റ് നിലവിളിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഒതുങ്ങിയ മേഖലകൾ നീ പുറത്തു വരുവാനിടയായി തീരും. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പ്രഭാതത്തെ ഒതുങ്ങിപ്പോയ ചിലത് ഇതിനകത്തുണ്ട്. ആത്മാവ് ശക്തമായി പ്രഭാതത്തിൽ ദൂത് പറയുകയാ. ആമെ ഒതുങ്ങിപ്പോയി, ഇനി വേണ്ട ശുശ്രൂഷ മതിയെന്ന് ചിന്തിച്ചു ഒതുങ്ങി ആമെ ഹല്ലേലൂയ ഇനി സാധാരണ നിലവാരത്തിൽ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ് ആമെ അകത്തളങ്ങൾ ചിന്തയോടെ ഇന്ന് പ്രഭാതത്തിൽ കടന്നു വന്ന ദൈവ പൈതലേ, ആമെ ദൈവാത്മാവ് വ്യക്തിപരമായി ഓരോ വ്യക്തികളോട് പറയുക, ഇല്ല നീ ഒതുങ്ങി പോകരുത്. ഒതുങ്ങി പോകാനല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. മുന്നടക്കുന്നവർ ആമെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും പ്രാപിച്ചവർ നിന്നെ ഒതുക്കി കളയുമ്പോൾ ആ ഒതുങ്ങിയ മേഖലകളിൽ നിന്ന് നീ കയറി വരണം. കാരണം നിന്റെ ശബ്ദത്തെ അവരുടെ ശബ്ദത്തെക്കാളോ ആമേ നിന്റെ ശബ്ദത്തെ ശ്രദ്ധിക്കുന്ന ഒരു സർവശക്തനായ യേശു കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നിന്റെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവൻ അവിടെ നിൽക്കും. നിന്നിട്ട് ചോദിക്ക, അവനെ വിളിപ്പേ. അവനെ വിളിക്കുക മാത്രമല്ല, അവൻ നിന്റെ ആവശ്യം എന്താണ്, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? ഇന്ന് പ്രഭാതർ കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ആ ചെയ്തു തരേണ്ടത് പറയുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ആമേ ഹല്ലേലൂയ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം അടിച്ചമർത്തലുകൾ ഒതുങ്ങാതെ വണ്ണം ആമേ അതിനകത്ത് നിലവിളിക്കുവാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമുക്ക് കരയുവാൻ മനസ്സുണ്ടെങ്കിൽ, നമ്മുടെ കരച്ചിലിന്റെ ശബ്ദത്തിങ്കൽ കർത്താവിന് കരുണ തോന്നും. വിശ്വസിക്കാമോ? ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, ഞാൻ ആമേ ഒതുങ്ങിപ്പോകാനല്ല, മുന്നടക്കുന്നവരെ ഞാൻ അടിച്ചമർത്തിയാലും ആ അടിച്ചമർത്തലുകളിൽ നിന്ന് ഞാൻ നിലവിളിക്കും. എന്റെ കർത്താവ് എന്നെ കേൾക്കും, എന്റെ ശബ്ദത്തെ കേൾക്കുമെന്ന് പൂർണ്ണമായി വിശ്വാസമുണ്ടെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിനപ്പുറമായി, അനുഭവിച്ച ദൈവിക വിടുതലുകൾക്കപ്പുറമായി കർത്താവിനെ നോക്കി വിളിക്ക്. ആ നിലവിളിയുടെ ശബ്ദം എന്റെ കർത്താവ് കേൾക്കുവാനിടയായി തീരുക. പലപ്പോഴും എന്നെ ബലപ്പെടുത്തിയ, പലപ്പോഴും എന്നെ ഉറപ്പിച്ചു നിർത്തിയ വചനത്തിന്റെ ഭാഗമാണ്. ശുശ്രൂഷ മേഖലകളിൽ നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു, ആമെ അനുഭവിച്ച വേദനയുടെ കാഠിന്യമോ ആമെ ശുശ്രൂഷ മേഖലകൾ തകർത്തു കളയാൻ നോക്കിയവരുടെ മുമ്പില് ആമെ മുന്നടക്കുന്നവരൊക്കെ ഒതുക്കിയപ്പോഴോ അതിനകത്ത് നിലനിർത്തിയത് എന്റെ അപ്പനാണ്. കരയാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ദൈവജനത്തെ ഞാൻ വീണ്ടും ധൈര്യപ്പെടുത്തി പറയുന്നു, ആമെ നിന്നോട് കർത്താവ് കൂടെയുണ്ട്. ആരുമില്ലെങ്കിലോ, മുന്നടക്കുന്നവർ നിന്നെ തടഞ്ഞാലോ, ആമെ വഴി വെട്ടിയവൻ ആമെ നിന്നെ പുറത്തെടുക്കുവാൻ പ്രാപ്തനായവനെയാണ് നീ സേവിക്കുന്നു എന്നുള്ളത് വിശ്വാസത്തോട് ഉറപ്പോടെ മുന്നോട്ട് പോ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തിക്കുവാനിടയായി തീരും. അന്ന് പ്രഭാതത്തിലേക്ക് ഒരു ചെറിയൊരു ചിന്ത ഞാൻ വേഗത്തിൽ കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 24, 25, 26, 27 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിക്കുക. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24 മുതലുള്ള വാക്യങ്ങൾ 27 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിക്കണേ. രണ്ട് യജമാന്മാരെ സേവിപ്പാൻ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും മേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരുനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. വായിച്ച തിരുവെടുത്ത് സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം ഈ പ്രഭാതത്തിൽ വായിച്ചത്. ഒത്തിരി സന്ദേശങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകാം. എന്നാലും ഇന്ന് പ്രഭാതത്തിൽ ഒരു ചെറിയൊരു സന്ദേശം ഇതിനകത്തുനിന്ന് കൈമാറുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. ഇവിടെ 2 തരം പണികളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, പാറമേൽ ആഴെ കുഴിച്ച് പണിത, അടിസ്ഥാനമിട്ട് വീട് പണിതത് ഒന്ന്.
രണ്ട്, മണലിന്മേൽ പണിത ഒരു പണി. മണലിന്മേൽ പണിത ഒരു പണിയെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പുള്ള ഭാഗങ്ങൾ നമുക്കറിയാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല എന്നൊക്കെ ആ ഭാഗത്തിൽ ഞാൻ സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്, അതൊക്കെ നമുക്ക് ആ ഭാഗങ്ങൾ കാണുവാൻ കഴിയും. അത് മാത്രമല്ല, നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തി ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, എങ്കിലും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞതിന് അനന്തരമാണ് യേശു കർത്താവ് പറഞ്ഞ ഒരു ഭാഗമാണ് രണ്ട് തരത്തിൽ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ ഒക്കെയും കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ. രണ്ടു തരം പണി പറഞ്ഞു. ഒന്ന്, പാറമേൽ വീട് പണിതത്. രണ്ട്, മണലിന്മേൽ പണിയപ്പെട്ട വീട്. വചനാനിഷ്ഠിതമായി ക്രിസ്തു എന്ന പാറമേൽ പണിയപ്പെട്ട ഒരു വീടും, അടുത്തതായി മണലിന്മേൽ സാധാരണഗതിയിൽ പണിയപ്പെട്ട ഒരു വീടും. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ പണി ആരിലാണ്? നാം പണിയപ്പെട്ട നമ്മുടെ പണി ക്രിസ്തുവിലാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ പണിയപ്പെട്ട ഒരു ഭവനം, ഞാൻ പറയുന്നു, എല്ലാ മനുഷ്യർക്കും പ്രതിസന്ധികളുണ്ട്, എല്ലാ മനുഷ്യനും പ്രതികൂലമുണ്ട്. ആ പ്രതികൂലത്തിനകത്ത് നിലനിൽക്കുന്ന ആരാണോ അവനാണ് യഥാർത്ഥ ക്രിസ്തുവിൽ പണിയപ്പെട്ട പണി. ഇവിടെ ഈ രണ്ട് ഭവനത്തിന്, രണ്ട് വീടിനും നേരെ പ്രതിസന്ധികൾ വരികയാണ്. ഒന്ന്, ആദ്യം വൻമഴ ചൊരിഞ്ഞു. രണ്ട്, നദി പൊങ്ങി. മൂന്ന്, കാറ്റടിച്ചു. മൂന്ന് വിധം പ്രതിസന്ധികൾ കയറി വരികയാണ്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ പണി ആരംഭിക്കപ്പെട്ട് ക്രിസ്തുവിൽ ആമെ പണിതുകൊണ്ടിരിക്കുക, ഇപ്പോഴും നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രതിസന്ധികൾ വരാം. ഇവിടെ മൂന്ന് തരത്തിലുള്ള പ്രതിസന്ധികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, വൻമഴ ചൊരിയപ്പെട്ടു. രണ്ട്, നദി പൊങ്ങി. വൻമഴ നമുക്കറിയാം, മഴ പെയ്ത ഏത് നദിയും പൊങ്ങും. സ്വാഭാവികമായി എന്ത് ചെയ്യും? കാറ്റ് വരും. ഈ മൂന്ന് പ്രതിസന്ധികളും ഒരു ഭക്തന്റെ നേരെ ആഞ്ഞടിക്കുന്നുണ്ട്. ഇതിനകത്ത് അല്ലെങ്കിൽ പൊതുവായി പറഞ്ഞാൽ ഈ പ്രതിസന്ധികളിൽ ആർ നിലനിൽക്കും? ആർ പ്രതിസന്ധികളിൽ നിലനിൽക്കും? നമ്മുടെ ജീവിതത്തിനകത്ത് പിന്തിരിഞ്ഞു നോക്കിയേ, നമുക്ക് വന്ന കഷ്ടതകളും നമുക്ക് വന്ന പ്രതിസന്ധികളും നമ്മെ പോലെ മറ്റൊരാൾക്ക് വന്നപ്പോൾ അവരൊക്കെ അതിനകത്ത് നിലനിൽക്കാതെ, അതിനകത്ത് അവർക്ക് ശരിയാവണ്ണം ഓടിപ്പോകുവാൻ കഴിയാതെ പകുതി വഴിയിൽ അസ്തമിച്ചു പോയ അനേകർ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് ചിന്തയിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. പലരും പകുതി വഴി കൊണ്ട് അസ്തമിച്ചു പോയപ്പോൾ അതിനകത്ത് നിലനിന്നത് നമ്മുടെ മിടുക്കല്ല കേട്ടോ, നമ്മുടെ കഴിവുമല്ല. ആ സാഹചര്യങ്ങളിൽ നാം തളർന്നു പോകാമായിരുന്നു, ആ സാഹചര്യങ്ങൾ വീണു പോകാമായിരുന്നു, ആ സാഹചര്യങ്ങൾ ഒരിക്കലും എഴുന്നേൽക്കാൻ കഴിയാതെ വേണം വീണു പോകാമായിരുന്നു. പക്ഷേ അതിനകത്ത് നമുക്ക് കൃപ തന്ന്, എന്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞ് ആ കൃപയ്ക്കകത്ത് നിലനിർത്തി, ആ ബലഹീനതയ്ക്കകത്ത് തികഞ്ഞു വരും. ഞാൻ ബലഹീനമായ ഒരു കൈ, എന്റെ കരം ബലഹീനമായിരിക്കുമ്പോൾ തന്നെ ബലമുള്ള കരം എന്റെ മേൽ ഇറങ്ങി വന്ന് ആ ബലഹീനതയ്ക്കകത്ത് നിലനിർത്തിയത് കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളോ അവർ അനുഭവിച്ച അതേ കഷ്ടതയ്ക്കകത്ത്, അതേ പ്രതിസന്ധിക്കകത്ത്, അതേ പ്രതികൂലത്തിനകത്ത് നിലനിൽക്കുവാൻ കാരണം. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയോ? ഹല്ലേലൂയ. എനിക്ക് പറയാനുണ്ട്, ഓരോ പ്രതിസന്ധികൾക്കകത്ത്, ഓരോ പ്രതികൂലങ്ങൾക്കകത്ത് നിലനിർത്തിയത് ഒരു മനുഷ്യകരമല്ല, ഒരു ദൈവത്തിന്റെ കരമാണ്. കഷ്ടതയോ ആപത്തോ വാളോ എന്തു വന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് തന്റെ ജീവിതത്തിനകത്ത് അനുഭവിച്ച കഷ്ടതകളുടെ നീണ്ട നിര തന്നെയുണ്ട്. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് ഒന്ന് വായിച്ചു നോക്കണം. 9-ാം അധ്യായം. അതിനകത്ത് താൻ അനുഭവിച്ച കഷ്ടതയുടെ നീണ്ട നിര തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് തന്നെ നിലനിർത്തി
നടത്തിയത് ആ ദൈവത്തിന്റെ സ്നേഹവും കൃപയുമാണ്. അതേ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ കാണുവാൻ കഴിയുന്നു. അവൻ ശരീരത്തിനകത്തൊരു ശൂലം, ആ ശൂലം വിട്ടുമാറേണ്ടതിന് കർത്താവിനോട് അപേക്ഷിച്ചിട്ട് അതിനകത്ത് പരിഹാരം വെളിപ്പെട്ടില്ല. ഒരു പരിഹാരമേ വെളിപ്പെട്ടോ, എന്റെ കൃപ നിനക്ക് മതി. നീ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ആ പണിക്കകത്ത് നിലനിൽക്കുമ്പോൾ അനവധി പ്രതിസന്ധി ദൈവവൈതലെ നിന്നെ എന്നെയും അന്വേഷിച്ചു വരാ. അതിനകത്ത് നിന്നെ എന്നെ നേരിടുവാൻ സജ്ജമാക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് ഇന്ന് പ്രഭാതത്തിൽ മറന്നു പോകരുത്. പറ, എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ, കർത്താവിന്റെ കൃപ നമുക്ക് മതി. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ദൈവശക്തിക്കകത്ത്, ആ ദൈവ കൃപയ്ക്കകത്ത് എനിക്ക് നിനക്ക് നിൽക്കുവാൻ കഴിവുണ്ടെങ്കിൽ നീ ഏത് പ്രതിസന്ധിയെ ധാരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ കഴിയും. Praise the Lord. Hallelujah. നമുക്ക് സഹിക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നോക്കിയ ഇവൻ ഇത്രയും കഷ്ടത സഹിക്കാനേ പ്രാപ്തിയുള്ളൂ എന്ന് കർത്താവ് നോക്കും. എത്ര പ്രാപ്തി അളന്നിട്ട് മാത്രമേ ആ കഷ്ടത തരത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ എന്നെ കൊണ്ടാകുന്ന കഷ്ടത എന്നിലേക്ക് ദൈവം ഏൽപ്പിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനപ്പുറം തരത്തില്ല. ഇവൻ പ്രാപ്തനാണ്, ഇത് വഹിക്കുമെന്ന് തോന്നിയാൽ മാത്രമേ കർത്താവ് നമ്മളിൽ അത് ഇടത്തുള്ളൂ. ഹല്ലേലൂയ. അതിനപ്പുറമായി ദൈവം ഒന്നും ഏൽപ്പിക്കത്തില്ല. ഹല്ലേലൂയ. പരീക്ഷിക്കുന്നവനല്ല. ഹല്ലേലൂയ. പരീക്ഷിക്കുന്നവനല്ല. അപ്പൊ ഈ കഷ്ടതയ്ക്കകത്ത് പലപ്പോഴും നമ്മൾക്ക് കഷ്ടതകളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ നാമൊക്കെ പിറുപിറുക്കാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഉൾപ്പെടെ ഞാൻ നല്ലവളാണെന്ന് പറയുന്നില്ല, പക്ഷേ പലപ്പോഴും ഓരോ പ്രതിസന്ധികളും നമ്മുടെ നേരിടുമ്പോൾ എന്തുകൊണ്ട്, എന്തിനാ ഇത് അനുവദിച്ചത് എന്ന് നാം ചോദ്യം ചോദിക്കാറുണ്ട്. പക്ഷേ അതിനകത്ത് ആ ചോദ്യങ്ങളെ മാറ്റിയിട്ട് കർത്താവേ, ഇത് സഹിപ്പാനുള്ള കൃപ, ഇതിനെ ധരണം ചെയ്യാനുള്ള കൃപ എന്റെ മേൽ പകരണമേ എന്ന് നമ്മ ആത്മാർത്ഥമായി പറയുമെങ്കിൽ, ഈ കഷ്ടതയ്ക്കകത്ത്, ഈ പ്രതിസന്ധിക്കകത്ത് എനിക്ക് മുന്നോട്ട് പോകുവാൻ ഒരു ദൈവകൃപ എന്റെ മേൽ പകരണമേ എന്ന് പറയുമെങ്കിൽ ആ സാഹചര്യത്തിനകത്തുകൂടെ കർത്താവ് നടത്തുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലവിധ പ്രതിസന്ധികൾ നേരിട്ട അനേകർ ഇതിനകത്തുണ്ട്. എന്നെക്കാളും ഒത്തിരി പ്രായമുള്ള മാതാപിതാക്കന്മാരുണ്ട്. അവരോട് ചോദിച്ചാൽ അറിയാം, അവരുടെ ജീവിതത്തിനകത്തുള്ള കഷ്ടതകളും വേദനകളും അനുഭവിച്ച ആ അനുഭവത്തിന്റെ ആഴം അവർ പറഞ്ഞു കേൾക്കുന്നത് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇന്നത്തെ തലമുറകൾ അത് തുടങ്ങുന്നതേ ഉള്ളൂ. കഷ്ടതകളും പ്രതിസന്ധികളും എന്താണെന്ന് അനുഭവിച്ച് നമ്മളിപ്പോ പോകുന്നതേ ഉള്ളൂ. പക്ഷേ അവരുടെ ജീവിതത്തിനകത്ത് പരിശോധിച്ച ഏടുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പറയാനുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച ക്രിസ്തുവിനെ അന്വേഷിച്ചിറങ്ങിയതിന് പ്രതി അവരുടെ ജീവിതത്തിനകത്ത് അനുഭവിച്ച പ്രതിസന്ധികൾ ഞാൻ ഈ ഭാഗത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഈ പ്രതിസന്ധിയൊക്കെയും ക്രിസ്തുവിൽ നമ്മെ പണിയപ്പെടുത്തുകയാ. ക്രിസ്തുവിൽ വീണ്ടും തികഞ്ഞവളാക്കി തീർക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നാം പൂർണ്ണരായി തീരുവാൻ, ദൈവത്തിന് കൊള്ളാകുന്ന വ്യക്തിത്വത്തിന് ഉടമയായി തീരുവാൻ. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ ലേഖനത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞത്. യാക്കോബ് 1:12 പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനെന്ന് ആ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ തോന്നുമ്പോൾ നമുക്കൊരു ജീവകിരീടം കാത്തിരിപ്പുണ്ട്. കർത്താവ് ഓരോ ഓരോ കഷ്ടതകളും ഓരോ പരീക്ഷകളും നമ്മൾ 1-ാം ക്ലാസ്സിൽ ജയിച്ചാലേ 2-ാം ക്ലാസ്സിൽ പോകത്തുള്ളൂ. പിന്നെ ഉയർന്നതാണ്. ഒരിക്കലും താഴോട്ടല്ല. ഓരോ 1-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നവൻ 2-ാം ക്ലാസ്സിലോട്ട് പോകുക, 2-ൽ നിന്ന് 3-ലേക്ക്, 10 എഴുതുന്നവൻ പിന്നെ 11-ലേക്കാ. അവർ ഒരിക്കലും താഴോട്ടല്ല പോകുന്നത്. അപ്പോൾ ഓരോ പരീക്ഷകളും നീ വിജയിച്ച് കയറി വരുമ്പോൾ, ഓരോ പണികൾ ഹല്ലേലൂയ. ഇപ്പോൾ ഒന്ന് അടിസ്ഥാനമിട്ടിരിക്കുന്ന ഒരു കല്ലാണ്. അതിനപ്പുറം 1-ാമത്തെ പരീക്ഷ നീ വിജയിക്കുമ്പോൾ 1-ാമത്തെ കെട്ട് പണി തീരുകയാ. അടുത്തിങ്ങനെ ഓരോ പണിക്കകത്ത് നീ കടന്നു വരുമ്പോൾ, ശോധനയ്ക്കകത്തൂടെ കടന്നു വരുമ്പോൾ, വേദനയ്ക്കകത്തൂടെ കടന്നു വരുമ്പോൾ കർത്താവ് പറ,
പറയുകയോ, ഈ പണി കൊള്ളാം. അവൻ അനുഭവിച്ച ശോധനയ്ക്കകത്ത് അവന്റെ പണി തകർന്നു പോയില്ല, അതിനകത്ത് അവൻ ഉടഞ്ഞു പോയില്ല, അതിനകത്ത് ആ പണിയെ അവൻ മനോഹരമാക്കി തീർത്തു എന്ന് പറയത്തക്കവണ്ണ ഒരു ജീവകിരീടം നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. സ്തോത്രം ചെയ്യാമോ? നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് ഒരുപക്ഷെ ഇതിനകത്ത് ചില വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്ന കാര്യം എനിക്ക് ഉള്ളറകൾ തിരിച്ചറിയാൻ കഴിയുക. എന്തുകൊണ്ട് ഈ പ്രതിസന്ധി, എന്തുകൊണ്ട് പ്രതികൂലം എന്ന് ചിന്തിക്കുന്നുണ്ടോ എങ്കിൽ ഓർത്തോണ്, നിന്റെ പണി വർദ്ധിച്ചു കൊണ്ടിരിക്കുക, പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. നീ കർത്താവിന് കൊള്ളാകുന്ന വ്യക്തി ജീവിതമായി തീരുകയാ. ഈ ക്ലേശങ്ങൾ അല്പം കാലം മാത്രമാണ്, ഇത് നീണ്ടവയല്ല. ഈ കഷ്ടതകള്, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നന്ദി ഓടണം. കാരണം എനിക്കും നിനക്ക് നിത്യഹനമായത് ഒന്നുണ്ട്. തേജസ്സിന്റെ കിരീടമുണ്ട്, വാടാത്ത കിരീടമുണ്ട്, നീതിയുടെ കിരീടമുണ്ട്. അത് പ്രാപിക്കുവാൻ തക്കവണ്ണോ ഇവിടെ വില കൊടുക്കാൻ തയ്യാറുണ്ടോ? അവരെ നോക്കി ഇന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, എനിക്കും നിങ്ങൾക്കും കാത്തിരിപ്പുള്ളത് വിളങ്ങുന്ന തീ കിരീടങ്ങളാണ്. പ്രതിഫലം കാത്തിരിപ്പുണ്ട്. തേജസ്സിന്റെ കിരീട ആ പ്രതിഫലം ഒരുവന്റെ മുമ്പിൽ, ന്യായാസനത്തിന്റെ മുമ്പിൽ നിന്ന് ഞാൻ നിങ്ങൾ പ്രാപിക്കുവാനിടയായി തീരും. ഞാൻ വിവേകത്തിൽ ആ ഭാഗത്തിലേക്ക് കടന്നു വന്ന് അത് പറഞ്ഞ് ആ വിവേകത്തിൽ തന്നെ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ പണിക്കകത്ത് ഞാൻ പറഞ്ഞു, കഷ്ടതകൾ വരും, പ്രതിസന്ധികൾ വരും. അതിനകത്ത് നിലനിൽപ്പാൻ ദൈവകൃപ നമുക്ക് തരും. ദൈവം അതിനകത്ത് നമ്മെ നിലനിർത്തും. ആ കഷ്ടതകൾ സഹിപ്പാനുള്ള കൃപകൾ തരും. അതിനകത്ത് നമ്മൾ ശക്തിയോട് നിലനിർത്തുമെന്ന് ഞാൻ പറഞ്ഞു വന്നു. ഇവിടെ 3 തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഒരു ഭക്തന് നേരെ ആഞ്ഞടിക്കുന്നത്. 3 പ്രതിസന്ധിയിൽ ഒന്നാമത്തെ പ്രതിസന്ധി മഴ, വൻമഴ ചൊരിഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മഴ പെയ്തിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയൊരു മഴ എന്ന് പറയുന്നത് നോഹയുടെ കാലത്ത് പെയ്ത മഴയാണ്. 40 ദിനരാത്രം ഒരു ബ്രേക്ക് ഇല്ലാതെ പെയ്ത ഒരു മഴ. നമുക്ക് തന്നെ ഇഷ്ടപ്പെടത്തില്ല. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു കൂടിപ്പോയ 2 ദിവസമൊക്കെ ആകാംക്ഷയോടെ ഇഷ്ടപ്പെട്ട് കൊള്ളാം, നല്ലതാ മഴ എന്ന് പറയും. പക്ഷേ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കും മഴ എന്ത് ചെയ്യത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. ഒന്ന് പുറത്തിറങ്ങാൻ പോലും നമുക്ക് ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ഇവിടെ നോഹയുടെ കാലഘട്ടത്തിൽ നീണ്ട 40 ദിനരാത്രങ്ങൾ മഴ പെയ്തു. ഈ മഴ ഭക്തന് അനുഗ്രഹത്തിന്റെ മഴയായി വെളിപ്പെട്ടപ്പോൾ ഈ പണിക്കകത്ത് ഈ ഭക്തൻ പുറത്തു വന്നത് അനുഗ്രഹത്തോടുകൂടെയാ പുറത്തു വന്നത്. എന്നാൽ ഒരു കൂട്ടം ജനത്തിന് അത് ന്യായവിധിയുടെ മഴയായി തീർന്നു. ശ്രദ്ധിക്കണം. ഒന്ന്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിന്റെ കൽപ്പന കേട്ടനുസരിച്ച് വചനാനുഷ്ഠിതമായി പണിയപ്പെട്ട ഭക്തന് ഈ മഴ അനുഗ്രഹത്തിന്റെ മഴയായി തീർന്നു. 2, വചനത്തെ അനുസരിക്കാതെ, വചനത്തിന് കീഴ്പ്പെടാതെ മണലിന്മേൽ പണിയപ്പെട്ട, അല്ലെങ്കിൽ എങ്ങനെയും പണിയപ്പെട്ട വീട് അല്ലെങ്കിൽ മഴയ്ക്കകത്ത് ന്യായവിധിക്ക് ഇരയായി തീർന്നു. ഒരു ഘട്ടം രക്ഷയ്ക്ക് ഉതകിയപ്പോൾ ഒരു ഘട്ടം ന്യായവിധിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു. ഹല്ലേലൂയ. പണി ശോധന ചെയ്യപ്പെട്ടു. നോഹയോട് ചോദിച്ച നോഹ പറയും, എന്നോട് ദൈവം അരുളി ചെയ്ത നോഹയെ കുറിച്ചൊക്കെ ഒത്തിരി സന്ദേശങ്ങൾ കേട്ടു. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും ആ ഭക്തന്റെ ജീവിതത്തിനകത്ത് ദൈവത്തോട് കൂടെ നടന്നവൻ, നിഷ്കളങ്കനും നേരുള്ളവനും ദൈവവചനത്തിന് കീഴ്പ്പെടുന്നവനും വചനത്തെ അനുസരിക്കുന്ന മുറുകെ പിടിച്ചവനും അത് മാർവോട് ചേർത്ത ഈ ഭക്തന്റെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്തു? മഴ വന്നു. ഹല്ലേലൂയ. ഒന്നാമത്തെ പരിശോധന കടന്നു വരികയാ. ഹല്ലേലൂയ. ആ പരിശോധനയ്ക്കകത്ത് ഭക്തൻ സുരക്ഷിതമായ ഒരു പെട്ടകം ഉണ്ടാക്കുവാനിടയായി തീർന്നു. മറ്റ് ജനം കണ്ട് പരിഹസിച്ചു കാണും, നിന്നയുടെ വാക്ക് പറഞ്ഞു കാണും. നമ്മെ നോക്കി ഇത് തന്നെ ഇന്ന് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നിന്നയുടെ വാക്കുകളും അവഗണനയുടെ വാക്കുകളും ഈ ഭക്തന് നേരെ ആഞ്ഞടിക്കുമ്പോൾ പെട്ടകം പണിതു. ഞാൻ ഒരു ചിന്തിക്കുകയാണ്, നോഹയെ കൊണ്ട് ഒറ്റയ്ക്ക് ആ പെട്ടകം പണിയുവാൻ കഴിഞ്ഞു കാണത്തില്ല. ആ ദേശനിവാസികളൊക്കെ സഹായിച്ചു കാണും.
പെട്ടകത്തിനുള്ള ആവശ്യമായ തടിയെടുക്കുവാനും കീലെടുക്കുവാനും പച്ച തേക്കുവാനും ആ പണിയൊക്കെ ഫുൾഫിൽ ചെയ്യുവാൻ തക്കവണ്ണം അനേകർ ഇതിനകത്ത് കടന്നു വന്നു കാണും. പക്ഷേ ആ പെട്ടകത്തിനകത്ത് അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ മഴയ്ക്കകത്തേക്ക് ആ അനുഗ്രഹത്തിനകത്ത് കയറുവാൻ ഈ ഒരു കുടുംബത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ പണി നമ്മുടെ പുനഃപരിശോധിക്കണം. നമ്മൾ പെട്ടകത്തിനകത്താണോ പുറത്താണോ എന്ന് നോക്കണം. ന്യായവിധിയുടെ മഴയ്ക്കകത്ത് അകപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. തീയും ഗന്ധകവോ നമുക്കായി കാത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. അതാണോ കാത്തിരിപ്പുള്ളത്, അതോ സ്വർഗീയമായതാണോ കാത്തിരിപ്പ്? അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടോ എന്നൊക്കെ പറയുന്ന പലരുടെ ജീവിത ശൈലികൾ ഇന്നും നേരെ ആയിട്ടില്ല. ഇന്നും പാപത്തിന് അടിമയായി ജീവിക്കുക, ഇന്നും അനീതിക്ക് അടിമയായി ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം സ്നേഹമാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ സ്നേഹം നമ്മളിൽ അകത്തുണ്ടോ? യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാനോ കുറയണം, അങ്ങനെ എന്ത് ചെയ്യണം? വളരണം. നമ്മളിൽ വളരുന്നത് എന്താണ്? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ എന്താണ് വളരുന്നത്? ദൈവത്തിന്റെ സ്നേഹം വളരുന്നുണ്ടോ? കരുണ വളരുന്നുണ്ടോ? മറ്റുള്ളവരുടെ ദീർഘക്ഷമ കാണിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മിൽ വളരേണ്ടത്. സൗമ്യത വളരുന്നുണ്ട്. നമ്മൾ പറയും വലിയ പാപങ്ങൾ എന്ന് പറയുന്ന, പക്ഷെ ഇതൊക്കെയും ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മിൽ കുറവായി കാണുന്നത് ഒന്നാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് എന്നെ ചിന്തിപ്പിച്ചതും ഞാൻ അകത്തളങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ഇപ്പോൾ ഏറ്റവും മുതിരുന്ന കാര്യങ്ങൾ ഒന്നാണ്. ഞാനത് മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങൾക്കും ഞാനത് പറഞ്ഞു തരികയാണ്. നമ്മളിൽ വളരേണ്ട ഒന്ന് ഹല്ലേലൂയ, പാട്ടും ആരാധനയൊക്കെ ശരി തന്നെയാണ്. അതിനപ്പുറമായി സ്നേഹം, സൗമ്യത, വിനയം, താഴ്മ, ഇതൊക്കെ നമ്മിൽ വളരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാനോ കുറയണം, അങ്ങനിൽ വളരണം. വളരുമ്പോൾ ക്രിസ്തു യേശുവിനുള്ള ഭാവവും ആ സ്വഭാവവും അതൊക്കെ നമ്മൾ വളരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ സ്വഭാവം മുന്നിട്ടിറങ്ങിയിരിക്കുക. നമ്മുടെ ജന്മ സ്വഭാവം നമ്മൾ ആരും വിട്ടുകളയാൻ മടിയാ. ഹല്ലേലൂയ. പുറമേ ചിരിക്കുമെങ്കിൽ അകത്തളങ്ങളിൽ പലതോ നമ്മൾ ഉള്ളറയ്ക്കകത്ത് പാത്തും പതുങ്ങിയും ഒക്കെ കുറച്ചൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ നിക്ഷേപങ്ങളൊക്കെയും വലിച്ചെറിഞ്ഞിട്ട് കർത്താവിലേക്ക് ഒന്നുകൂടെ അടുത്ത് വന്നിട്ട് നമ്മളൊന്ന് വളരാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ വേരൂന്നി വളരുന്നവൻ, ക്രിസ്തുവിനകത്ത് വേര് ആഴ്ന്നിറങ്ങിയവൻ, അവനിൽ നിന്ന് പുറത്തു വരുന്നത് ശ്രേഷ്ഠകരമായ ഫലമായിരിക്കും. ഹല്ലേലൂയ. ഇപ്പൊ കൊമ്പ് ചേരാതെ ഇരുന്നാൽ ഒരിക്കലും ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല. കൊമ്പ് വള്ളിയോട് ചേർന്നിരുന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ? ഫലം കായ്ക്കത്തുള്ളൂ. ഞാനും നിങ്ങള് കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ, അതായത് ക്രിസ്തുവിൽ വളരാൻ തയ്യാറാകുമ്പോൾ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്തു നിന്ന് പുറപ്പെട്ടു വരുന്ന ഫലം, അതിനകത്തു നിന്ന് വെളിപ്പെട്ട് വരുന്ന ഫലം ക്രിസ്തുവിനെ പ്രതിയുള്ള ഫലങ്ങളായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കൊമ്പ് ചേരാതെ ഈ വള്ളിയിൽ ഞാൻ ചേരത്തില്ല, ഞാൻ ഇങ്ങനെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ല ഫലം വരത്തില്ല. ഒരു ഫലം അതിനകത്തുനിന്ന് പുറപ്പെട്ടു വരത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയണം, കർത്താവോട് ചേർന്ന് നിന്ന് കർത്താവിൽ നിന്നുള്ള ഫലമാണ് എന്നിൽ കൂടെ പുറത്തു വരേണ്ടത്. ക്രിസ്തുവിനുള്ള സ്വഭാവമാണ് എന്നിൽ കൂടെ തെളിഞ്ഞു കാണേണ്ടത്. ഹല്ലേലൂയ. എന്റെ സ്വഭാവമല്ല തെളിഞ്ഞു കാണേണ്ടത്, എന്റെ ജീവിത ശൈലിയല്ല തെളിഞ്ഞു കാണേണ്ടത്. അതിനപ്പുറമായി ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ ധരിച്ചിരിക്കുമ്പോൾ അത് പുറത്തു വരേണ്ടത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവന്റെ ഫലമായി വരണം. പ്രൈസ് ദി ലോർഡ്. നമുക്കത് കഴിയത്തില്ല. പലപ്പോഴും തീരുമാനമെടുക്കാറുണ്ട്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതൊക്കെയും കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു എന്ന് വചനം പറയുന്നു. പക്ഷെ പുതുതായി തീരുവാൻ കഴിയാതെ വണ്ണം ഇന്നും പഴയ മനുഷ്യനെ ഉരിയാൻ കഴിയാതെ പഴയ മനുഷ്യനെ ചുമന്ന് നടക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാ, നിങ്ങൾ വചനത്തിനകത്തല്ല നിലനിൽക്കുന്നത്, നിങ്ങൾ വചനത്തിനകത്തല്ല ചേർന്ന് നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം ഇന്ന് ദൈവത്തെ ആരാധിക്കുന്ന 75% തലമുറകളും
പാപത്തിൽ പെട്ടുകിടക്കുന്ന അനേകരെ ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. അനേക തലമുറകൾ പുറമെ പെർഫെക്റ്റാ, ഹല്ലേലൂയ, വന്നു കഴിഞ്ഞാൽ പാടും ആരാധിക്കും, പക്ഷേ അവരുടെ ജീവിതത്തിന്റെ ശൈലികൾ മാറിക്കൊണ്ടിരിക്കുക. ആത്മീയരുടെ മക്കളെന്ന് പറയുന്നവർ പോലും ആത്മീയ അപ്പനും അമ്മയും പ്രസാദിപ്പിക്കും അവര് കാണുന്നില്ല, പക്ഷേ പുറത്തിറങ്ങിയാൽ പല പാപത്തിന്റെ സ്വഭാവ വൈകല്യങ്ങളുണ്ട്. മദ്യപാനി ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് കേട്ടോളണം. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഹല്ലേലൂയ. പാടും ആരാധിക്കോ, പക്ഷേ ഇടയിൽ കൂടെ ഈ പരിപാടി ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തെ നിനക്ക് കടപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെയും ഇന്ന് കൈ മുതലാക്കി കൊണ്ടുപോകുന്ന ഒരു തലമുറയാണ് ഞാനും നിങ്ങൾ കണ്ടു വളരുന്നത്. ഹല്ലേലൂയ. ഒരു ഭയവും കൂടാതെ, ഒരു ഹല്ലേലൂയ പേടി കൂടാതെ ധൈര്യത്തോട് കർത്തൃമേശയ്ക്ക് പോലും കരം നീട്ടുവാൻ മടിയില്ലാതെ ഓടുന്ന തലമുറ. ഞാൻ വേഗത്തിൽ അതിലേക്ക് മടങ്ങി വരാം, പക്ഷേ ഈ ഭാഗം എന്റെ ദൈവാത്മാവ് കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ, പാപത്തെ നിങ്ങൾ വിട്ടോടണോ. ഹല്ലേലൂയ. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ, ഞാനും നീയും സ്വർഗത്തിൽ എത്തപ്പെടണമെങ്കിൽ നേരായ വഴിയിൽ നടക്കണം. നേരോട് നടന്നാൽ മാത്രമേ ആ വിശ്രാമ സ്ഥലത്തേക്ക് എത്തപ്പെടുവാൻ കഴിയത്തുള്ളൂ. എങ്ങനെയും ജീവിച്ചാൽ എന്നാ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, എങ്ങനെയും ജീവിച്ചാൽ എന്നാന്നല്ല, ഹല്ലേലൂയ, എങ്ങനെയും ജീവിച്ചാൽ ആ നിത്യത നിനക്ക് അവകാശമാക്കുവാൻ കഴിയത്തില്ല. അവിടെ പോകണമെങ്കിൽ വചനാനുഷ്ഠിതമായി പണിയപ്പെടണോ. പണിഞ്ഞാൽ മാത്രമേ അവിടെ നിനക്ക് ചെല്ലുവാൻ കഴിയത്തുള്ളൂ. Praise the Lord. Hallelujah. അപ്പോൾ നോഗ ഹല്ലേലൂയ വചനം ജനത്തിന് അഭ്യസിപ്പിച്ചു. ഈ പണി നടക്കുമ്പോൾ നോഗയോട് എല്ലാവരോടും ചോദിച്ചു കാണും, എന്തിനാ നോഗേ ഇത് പണിയുന്നത്? നോഗ പറഞ്ഞു കാണും, മഴ വരുവാൻ പോകുന്നു, ഈ പെട്ടകത്തിനകത്ത് കയറിയാൽ രക്ഷ പ്രാപിക്കാൻ കഴിയോ. ഭക്തന്റെ ജീവിതത്തിനകത്ത് മഴ പെയ്തപ്പോൾ ഭക്തൻ അത് രക്ഷ പ്രാപിക്കുവാനുള്ള മാർഗമായി തീർന്നു. എന്നാൽ ഒരു കൂട്ടം ജനം മണിയിൽ മണലിന്മേൽ പണിയപ്പെട്ടവർ ഹല്ലേലൂയ ആ പ്രതിസന്ധിക്കകത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിനകത്ത് സൊല്യൂഷൻ കണ്ടെത്തുവാനോ പരിഹാരം കണ്ടെത്തുവാനോ കഴിയാതെ, അല്ലെങ്കിൽ വെളിപ്പെട്ട പരിഹാരത്തിനകത്ത് കയറി വരുവാൻ കഴിയാതെ ഹല്ലേലൂയ സ്വന്തം ബുദ്ധി കൊണ്ട് സ്വന്തം ജ്ഞാനം കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചവൻ വെള്ളത്തിനകത്ത് ചക്രശ്വാസം വലിച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയ കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുക. എന്നാൽ ഹല്ലേലൂയ വചനത്തെ മുറുകെ പിടിച്ചവൻ, വചനത്തെ സ്നേഹിച്ചവൻ, കർത്താവ് പറഞ്ഞ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടവൻ, അവൻ രക്ഷ പ്രാപിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അതാണ് ബുദ്ധിമാൻ, അതാണ് ബുദ്ധിമാൻ, അതാണ് ബുദ്ധിമാൻ എന്ന് അവിടെ തെളിയിച്ചു കാണിക്കുക. നോഗ പറഞ്ഞ സന്ദേശം ഇവരുടെ ചെവിയിലൊക്കെയും കേട്ടതാ. നോഗ പറഞ്ഞ കാര്യങ്ങൾ ഇവരുടെ ചെവിയിൽ കേട്ടതാ. ഹല്ലേലൂയ. പക്ഷേ അതിനകത്ത് കൂട്ടാക്കുവാനോ അതിനകത്ത് കയറി വരുവാനോ കഴിയാതെ വണ്ണോ ഹല്ലേലൂയ അവരുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച്, സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കനുസരിച്ച് മണലിന്മേൽ പണിയപ്പെട്ട വീട് പോലെ മഴയ്ക്കകത്ത് തകർന്നുടയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് പരിശോധിക്കാമോ? ഞാൻ ഇന്ന് നിൽക്കുന്നത് വചനത്തിന്റെ കീഴിലാ, ദൈവശബ്ദത്തിന്റെ കീഴിലാണ്. ഹല്ലേലൂയ. ദൈവ കൃപയ്ക്കകത്താണ് നിൽക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കുവാൻ കഴിയുമോ? ഒരു ന്യായവിധിയുടെ മഴ വരുന്നുണ്ട്. ഒരു ന്യായവിധിയുടെ മഴയ്ക്കകത്ത് നിന്ന് തെറ്റി ഒഴിവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ശരി തന്നെയാണ്. എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഒരു ന്യായാസനം നിൽക്കുന്നു. ആ ന്യായാസനത്തിന്റെ മുമ്പിൽ നിന്ന് നീതിയോടെ ന്യായം വിധിക്കുമ്പോൾ, നേരോടെ ന്യായം വിധിക്കുമ്പോൾ അതിനകത്ത് നിലനിൽക്കത്തക്കവണ്ണം ആ ന്യായവിധിയുടെ മഴ വരുമ്പോൾ അതിനകത്തുനിന്ന് ആ അനുഗ്രഹത്തിന്റെ മഴയിലേക്ക് ഞാൻ കയറിപ്പോകത്തക്കവണ്ണം, അതിനകത്ത് ഞാൻ രക്ഷ പ്രാപിക്കത്തക്കവണ്ണം എന്റെ ജീവിതം ദൈവവചനത്തിന്റെ ചുവടുകളിൽ തന്നെയാണോ എന്ന്, കർത്താവിന്റെ ചുവടുകളിൽ തന്നെയാണോ എന്ന് ഇന്ന് പ്രഭാതത്തിൽ നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു മഴയെക്കുറിച്ച് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പരിചയപ്പെടുത്താം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, കർമ്മേലിൽ ഒരുവൻ മുഴങ്കാൽ മടക്കി. കർമ്മേലിൽ ഒരുവൻ മുഴങ്കാൽ മടക്കി ഒരു മഴയ്ക്ക് വേണ്ടി. മഴ പെയ്തു. അതിനു മുമ്പായി
രണ്ടാമത്തെ മഴ ഒന്ന് ന്യായവിധിയുടെ അനുഗ്രഹത്തിന്റെ മഴയായി ഭക്തന്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീർന്നു. മണലിന്മേൽ പണിതവന്റെ ജീവിതത്തിനകത്ത് അത് ന്യായവിധിയുടെ മഴയായി തീർന്നു. ഹല്ലേലൂയ. ഒന്ന് ഭക്തന്റെ ജീവിതത്തിനകത്ത് അത് അനുഗ്രഹമായി തീർന്നപ്പോൾ, രണ്ട് ഹല്ലേലൂയ ന്യായവിധിയുടെ മഴയായി ഒരു കൂട്ടർക്ക് തീരുവാനിടയായിരുന്നു. മണലിന്മേൽ പണിത. രണ്ട്, ഇവിടെ കാണുന്നു യാത്രകളെ തടയുന്ന ഒരു മഴ. ഏലിയാവിനെ ഹല്ലേലൂയ രഥമില്ല, ഏലിയാവിന് മുന്നോട്ട് ഓടുവാൻ യാതൊന്നുമില്ല. ഹല്ലേലൂയ. പക്ഷെ ആഗാബിനോട് ഇങ്ങനെ പറഞ്ഞു, ആഗാബേ, ഈ മഴ നിന്റെ യാത്ര മുടക്കാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യാ? രഥം പൂട്ടി നീ വേഗം ഓടിപ്പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഭക്തന്റെ നേരെ ബുദ്ധിമാനായവൻ ഹല്ലേലൂയ താൻ പ്രാർത്ഥിച്ചതാണ്. താൻ ഹല്ലേലൂയ നീണ്ട നാളുകൾ 3.5 വർഷം മഴയോ മഞ്ഞോ ഒന്നും ദേശത്തില്ലായിരുന്നു. തന്റെ പ്രാർത്ഥനയുടെ അനന്തരം ഹല്ലേലൂയ ആകാശ കൊടുമുഴക്കത്തോടെ പെയ്തൊഴിയാൻ നിൽക്കുമ്പോൾ നിന്റെ യാത്ര തടയാതിരിക്കുവാൻ തക്കവണ്ണം ആകാവേ നീ ഓടിപ്പോകാം. അപ്പോൾ യാത്രകളെ തടയുന്ന മഴകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്റെ മുൻപിലോട്ടുള്ള ഗമനത്തെ ആഗമനത്തെ ഹല്ലേലൂയ മുന്നിലോട്ട് വിടാതെ പ്രതിസന്ധികൾ ഇടുന്ന മഴകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മഴയ്ക്കകത്ത് ഭക്തൻ എങ്ങനെ ഓടി? ഹല്ലേലൂയ. നമ്മുടെ മുമ്പിലും അനേകം മഴകൾ വരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അനേക പ്രതിസന്ധികൾ നേരിടാറുണ്ട്. ഈ മഴ ഞാൻ എങ്ങനെ അതിജീവിക്കും? ഈ മഴയ്ക്കകത്തുകൂടെ ഞാൻ എങ്ങനെ പുറത്തു വരും? ഞാൻ ഓടി രക്ഷ പ്രാപിക്കുമോ? ഈ മഴയ്ക്കകത്ത് ഞാൻ കുടുങ്ങി പോകുമോ എന്ന് പലപ്പോഴും നമ്മൾ ചോദ്യം ചോദിക്കാറുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തലമുറകളുടെ വിഷയം, കുടുംബത്തിന്റെ വിഷയം, ദൈവസഭയുടെ വിഷയം, അനവധി പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ അനവധി പ്രതിസന്ധികൾ നേരിടുമ്പോൾ രോഗത്തിന്റെ കണികകൾ, രോഗം വല്ലാതെ പിടിമുറക്കി മരണത്തിന്റെ പോർമുഖങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ഇത് എങ്ങനെ ഞാൻ ഓടി മറുകരയെത്തോ? ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷ പ്രാപിക്കും? ഏലിയാവിനോട് ചോദിച്ചാൽ ഏലിയാവ് പറയും, എന്റെ ശുശ്രൂഷ ഞാൻ ഇവിടെ ആരംഭം കുറിക്കുക. ഹല്ലേലൂയ. ഞാൻ ഒരു ഘട്ടം വരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അടുത്ത് മരണത്തിന് കാംക്ഷിച്ചിരുന്ന ഭവനത്തിനകത്ത് പോലും മരണത്തിന്റെ കണികയെ ഞാൻ പിഴുതുമാറ്റുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അത് മാത്രമല്ല ദൈവത്തിന്റെ കരം എന്നോട് കൂടെ ഇരുന്നത് കൊണ്ട് ഈസബേലിയുടെ ശക്തികളെ ദേശത്ത് വ്യാപരിച്ച അശേര ശക്തികളെയോ ബാലിന്റെ പ്രവാചകന്മാരെ ഞാൻ ഒറ്റ ഒരുത്തൻ കാരണം ഞാൻ തകർത്തു കളഞ്ഞു. ആ തകർത്തു കളഞ്ഞതിന് അനന്തരോ ഞാൻ മുഴങ്കാൽ മടക്കിയത് കർമ്മേലിലാ. ആകാവേ, നിനക്ക് രഥമുണ്ടായിരിക്കും, പക്ഷേ അതിനപ്പുറമായി ഞാൻ കർമ്മേലിൽ കൊടുമുടിയിൽ പർവ്വതത്തിൽ ഞാൻ എന്റെ മുഴങ്കാൽ മടക്കിയത് ദൈവം മുമ്പാകെയാണ്. ഒരു മഴയോ എന്റെ യാത്രയെ തടയാൻ കഴിയത്തില്ല. മുന്നിട്ടിറങ്ങിയ പല കാര്യങ്ങള് പൂർണ്ണത കാണുവാൻ കഴിയാതെ മഴ പോലെ തടഞ്ഞു വന്ന തടസ്സങ്ങളിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ കഴിയാതെ വണ്ണം തടസ്സമായിരിക്കുന്നത് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിന്റെ നിയോഗത്തിൽ വിളിച്ചു പറയുകയാണ്. ഒരു മഴയും നിന്നെ തടുക്കത്തില്ല. നീ മുഴങ്കാൽ മടക്കിയത് കർമ്മേലിന്റെ മുകളിലാണെങ്കിൽ ഭക്തനെ ഏലിയാവേ നിന്നെ കൊണ്ട് ഇസ്രായേലിൽ കൊണ്ടെത്തിക്കുന്ന ദൗത്യം എന്റെ മേൽ നിക്ഷിപ്തമായിരിക്കയാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര തടയാൻ കയറി വന്നാലോ, എത്ര ഹല്ലേലൂയ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് മഴ കയറി വന്നാലോ അതിനകത്ത് കൃപ പ്രാപിച്ചവൻ രക്ഷ പ്രാപിക്കുവാനിടയായി തീരോ. നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ നീ ഓടിക്കയറാൻ ആഗ്രഹിച്ചോ, ഇറങ്ങിത്തിരിച്ചതാ. പക്ഷേ മഴ എന്ന പ്രതിസന്ധി കടന്നു വന്നു. ആ മഴയ്ക്കകത്ത് ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. എനിക്ക് രക്ഷ പ്രാപിക്കാൻ യാതൊരു സോഴ്സുമില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ വചനത്തെ നീ മുറുകെ പിടിക്ക്. മഴ ഒരു ഭക്തനും തടസ്സമല്ല. യാത്രയെ തടയാൻ കഴിയത്തില്ല. അതിനകത്ത് നമുക്ക് ഓടിപ്പോകാൻ കഴിയും. ഹല്ലേലൂയ.
ഭക്തന്, ആരാധിക്കുന്ന ഒരു ഭക്തന് മുമ്പിൽ മഴ കീഴ്പ്പെടുവാനിടയായിത്തീരും. യാത്രയെ തടയുകയാ, മുന്നോട്ട് ഇനി പോകണ്ട, ഇനി മുന്നോട്ട് ഒരു വഴിയുമില്ല, ഇവിടം കൊണ്ട് നിന്നോ, കർമ്മേലിൽ നീ നിന്നോ, കർമ്മേൽ കൊണ്ട് അവസാനിക്കട്ടെ. ഇല്ല ഏലിയാവേ, നീ പണിയപ്പെട്ട പണി ക്രിസ്തുവിലാണെങ്കിൽ, പണിയപ്പെട്ട പണി, അടിസ്ഥാനമിട്ടത് പാറമേലാണെങ്കിൽ പ്രതിസന്ധികൾ വരിക. ഹല്ലേലൂയ. അതുകൊണ്ട് 40-ാം സങ്കീർത്തനം പാറമേൽ എന്നെ നിർത്തിയെന്നാണ്. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, എന്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. കർത്താവ് എന്റെ ഗമനത്തെ സ്ഥിരമാക്കിയിരിക്കുമ്പോൾ, എന്നെ ഓടുവാൻ അഭ്യസിപ്പിച്ചിരിക്കുമ്പോൾ, ഞാൻ ഓട്ടക്കളത്തിൽ ഞാൻ പരാജയപ്പെടത്തില്ല. എന്റെ കൂടെ ഇറങ്ങിയവന് ഒരുപക്ഷെ രഥമുണ്ടായിരിക്കാം, ഹല്ലേലൂയ, അവന് സൈന്യ ബഹുത്വം ഉണ്ടായിരിക്കാം, ശക്തി ഉണ്ടായിരിക്കാം, ഹല്ലേലൂയ, എന്തൊക്കെ സോഴ്സുകൾ അവന്റെ മുമ്പ് ഉണ്ടായിരിക്കാം. പക്ഷേ ആ സോഴ്സ് ഒന്നുമല്ല അവൻ ആദ്യം വേഗതയിൽ കൊണ്ടുവെത്തിക്കുന്നത്. നിന്റെ അകത്ത് കിടക്കുന്ന ദൈവശക്തിയും നിന്റെ അകത്തുള്ള ദൈവകൃപയുമാണ്. നിന്റെ അകത്ത് കത്തുന്ന വെളിച്ചമാണ് ദൈവവൈതലേ അവർക്കപ്പുറമായി നിന്നെ കൊണ്ടെത്തിക്കുന്നത്. ഹല്ലേലൂയ. ആഹാബിന് പറയാൻ കഴിയും, എന്റെ രഥത്തിന്റെ മേന്മ കൊണ്ട്, എന്റെ രഥത്തിന്റെ മിടുക്കുകൊണ്ട്, എന്റെ രഥം അത് ഹല്ലേലൂയ ഇസ്രായേൽ വരെ ചെല്ലോ. പക്ഷെ നീ എങ്ങനെ വരും ഏലിയാവേ എന്ന്? ഇത്രയും മഴ കൊടുത്തിട്ട് ഇത്ര മഴയ്ക്ക് വേണ്ടി ഏലിയാവ് മുട്ടുമടക്കിയിട്ട് ആ രഥത്തിനകത്ത് കയറ്റുവാൻ ആഹാബിന് കഴിഞ്ഞില്ല. ഹല്ലേലൂയ. പലർക്കും നീടുവിൽ നിന്ന് പലർക്കും പലരുടെയും ജീവിതത്തിനകത്ത് പരിഹാരം വെളിപ്പെടുത്തി കൊടുത്തപ്പോ കർത്താവ് നിന്നോട് കൂടെ ഇരുന്ന് ചെയ്തിട്ട് ഹല്ലേലൂയ വഴി യാത്രയിൽ വച്ച് ഒരു നന്മ പോലും നിനക്ക് തരാതെ അവിടെ വച്ച് നിന്നെ ഹല്ലേലൂയ വിട്ടുകളഞ്ഞിട്ട് മറന്നു കളഞ്ഞിട്ട് ഓടിപ്പോയി എന്നുള്ള പരിഭവം നിന്റെ അകത്ത് കിടപ്പില്ലേ? ആ പരിഭവം ഇന്ന് വേണ്ടാന്ന്. അവന് രഥത്തിന്റെ മഹത്വത്തെക്കാളോ അവന്റെ രഥത്തിന്റെ മേന്മയെക്കാളോ വലുതാണ് നിന്റെ മേലിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി. ഹല്ലേലൂയ. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ അതൊന്നും മതിയേ. ആകാബേ, നിന്റെ രഥത്തിന്റെ മഹത്വം ഒരുപക്ഷെ നീ എന്റെ മുമ്പിൽ കാണിക്കുമ്പോൾ അതിനപ്പുറം ഒരു ദൈവമഹത്വം എന്റെ മേൽ ഇറങ്ങി വന്ന് മഴ വകവെക്കാതെ ആകാബിന്റെ രഥത്തിന് മുമ്പാകെ ഇസ്രായേലിലേക്ക് ഒരുവൻ ഓടിയെത്തി അരമുറുക്കിക്കൊണ്ട് ആ ഒരു ബലം മതി, ആ ഒരു ശക്തി മതി. നിന്റെ ഒരു മഴയും തടുക്കത്തില്ല, ഒരു മഴയും നിന്നെ കീഴ്പ്പെടുത്തത്തില്ല. അപ്പോൾ പണി ക്രിസ്തുവിലാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു മഴയും നിന്നെ തടുക്കത്തില്ല. ശുശ്രൂഷകളെ തടുക്കുവാൻ തക്കവണ്ണം ആരെഴുന്നേറ്റാൽ എന്നാ? ആകാബ് എഴുന്നേറ്റെന്താ? ബാലിന്റെ പ്രവാചകന്മാർ എഴുന്നേറ്റാൽ എന്നാ? ഈസബേൽ എഴുന്നേറ്റാൽ എന്നാ? ഈസബേൽ പറയും കൊന്നും തകർക്കും മുടിക്കോ എന്നൊക്കെ പറഞ്ഞാലും കർത്താവ് അനുവദിക്കാതെ ഒരു തലയുടെ രോമം പോലും നിലത്തു വീഴത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു രോമം വീഴണമെങ്കിൽ ഉന്നതൻ അറിയണം. ആര് വാൾ കുലുക്കിയാലും കൊല്ലുമെന്ന് പറഞ്ഞു വന്നാലും നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി നിന്നെ പുറത്തു കൊണ്ടുവരുവാനിടയാറ്റിരും. ഒരു യാത്രയും നിന്നെ തടയത്തില്ല. ചിലവരോട് വ്യക്തമായി ദൈവാത്മാവ് ഞാൻ പറയണമെന്നുണ്ട്, പക്ഷെ സമയം മുന്നിലോട്ട് വേഗത്തിൽ ഓടിപ്പോകുന്നത് കൊണ്ട് ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. നിങ്ങൾ ഇന്ന് മതിയാക്കി ഇനി കർമ്മേൽ നിന്നാൽ മതി എന്നുള്ള ചിന്തയോടെ നിൽക്കുന്നവൻ മഴ നിന്നെ തടയത്തില്ല. മഴ നിന്നെ തടയത്തില്ല. ശുശ്രൂഷയുടെ മേഖലകൾ വല്ലാതെ നിരാശ ബാധിച്ച് അല്ല ഇനി ഓടാൻ പറ്റത്തില്ല, 4 വർഷത്തെ നിന്നെ നിരക്കുന്നത് പോലെ ആത്മാവ് ശക്തമായി ഇടപെടുക. ആ ഒരു ലെവലിൽ അകത്ത് കിടന്ന് ഞരങ്ങുന്ന ദൈവവൈതലോട് ആത്മാവിൽ ഇന്ന് പ്രഭാതത്തിൽ ദൂത് കൈമാറുന്നു. നീ അവിടെ നിൽക്കേണ്ടതല്ല. ആഹാബിന്റെ രഥത്തിന്റെ മഹത്വം നോക്കി അതിനപ്പുറമായി ദൈവമഹത്വം നിന്റെ മേൽ വഹിക്കപ്പെടുമ്പോൾ ആ മഹത്വത്തിന് കീഴിൽ നിന്ന് യാത്ര പുറപ്പെട്. ഒരു മഴയും നിന്നെ തടയത്തില്ല, ഒരു മഴയും നിന്നെ കീഴ്പ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ പണിയാരിലാണ് ക്രിസ്തുവിലാണെങ്കിൽ ആ പണി ഫുൾഫിൽമെന്റ് ചെയ്യുന്നത് വരെ നീ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞു. ദൈവം അനുവദിക്കുമെങ്കിൽ എപ്പോഴെങ്കിലും ബാക്കി 2 ഭാഗം ഞാൻ തുടർന്ന്. ഇതിൽ തന്നെ ഒത്തിരി കാര്യം ഇനിയും ഉണ്ട് പറയാൻ.
എന്തെങ്കിലും ദൈവം അനുവദിക്കുകയാണ്, കർത്താവ് എന്നോട് ഇടപെടുകയാണെങ്കിൽ ഈ ഭാഗം ഞാൻ വീണ്ടും സംസാരിക്കുക. നമ്മുടെ പണികളൊന്ന് ഏത് കഷ്ടതയ്ക്കൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് അതുമാത്രം നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കപ്പാസിറ്റി ഉള്ളത് പോലെയാണ് കർത്താവ് നമുക്ക് പരീക്ഷകളും കഷ്ടതകളും തരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാപ്തിക്ക്, നമ്മുടെ സഹനത്തിനുള്ളത് മാത്രമേ വരുന്നത്. ഒരു കാര്യം, കഷ്ടത സിദ്ധത പ്രത്യാശയുള്ളവാക്കുന്നു. കഷ്ടത വരുമ്പോൾ നിന്നെ ഉത്സാഹിയാക്കി തീർക്കുന്നു, സ്ഥിരോത്സാഹിയാക്കി തീർക്കുന്നു. ആ സ്ഥിരോത്സാഹം നിന്നെ പ്രത്യാശയിലേക്ക് നയിക്കുവാനിടയാക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൗലോസിനോട് ചേർന്ന് പറ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മെ വേർതിരിക്കുന്ന കഷ്ടതയോ ആപത്തോ പട്ടിണിയോ വാളോ നഗ്നതയോ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിന് വരുവാനുള്ളത് യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം എന്റെ പണി ക്രിസ്തുവിലാണ്. എന്റെ പണി, ഞാൻ ആയിരിക്കുന്നത് ക്രിസ്തുവിലാ. അവസാനം ഒരു പണിയുണ്ട്. ക്രിസ്തുവിൽ പണിയപ്പെട്ടവൻ ക്രിസ്തുവിൽ പണിയുന്നത് ആദ്യ അടിസ്ഥാനം വിട്ടത് പാറമേലാണ്. ഉറപ്പുള്ള ക്രിസ്തുവിൽ പണിയപ്പെട്ടത് ആ പണി കല്ലിൽ പണിത് വരുമ്പോൾ വൈക്കോലോ ഇഷ്ടികയോ പൊന്നോ കൊണ്ട് പണിയപ്പെട്ട ഒരു ശോധനാ ദിവസമുണ്ട്. അന്ന് ആ പണിയിൽ വെന്തു പോകരുത്. ഈ കഷ്ടതയ്ക്കകത്ത് പണിയപ്പെട്ടവൻ മുമ്പിൽ വന്ന് ഏത് തീക്കകത്തൂടെ കടന്നുപോയവൻ പറയും, ഇതൊന്നും എന്നെ തകർക്കാൻ കഴിഞ്ഞില്ല, ഇതൊന്നും എന്നെ ജയോത്സവമായി നടത്തിയതിനെ പുറത്തെടുത്തു. അന്ന് ഇതിലൊന്നും ഈ പണിയൊന്നുമില്ല, ഈ ഒരു പണിയൊന്നുമില്ലാതെ, ഈ ഒരു പരീക്ഷഘട്ടങ്ങളില്ലാതെ പണിയപ്പെട്ടത് അന്നൊരു ശോധന ചെയ്യുമ്പോൾ അതിൽ തീയിൽ കൂടെ കടന്ന് വരുവാൻ കഴിയാതെ അതിനകത്ത് ചാരമായി തീരും. ഞാനും നിങ്ങളും ആ കഷ്ടതയ്ക്കകത്തുകൂടെ കടന്നു വരുമ്പോൾ തിളങ്ങുന്ന പൊന്നായി വരും. യോബ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഈ ശോധനയുടെ കാലഘട്ടം കഴിയുമ്പോൾ, ഈ പണി കഴിയുമ്പോൾ ഞാൻ പൊന്നായി വിളങ്ങും. എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ പറയാൻ കഴിയോ, ഞാൻ പൊന്നുപോലെ തിളങ്ങി വരും? പലരോടും ഇന്ന് പകൽക്കാല പ്രഭാതത്തിൽ ദൈവാത്മാവ് പറയുന്നു, ഇത് നിങ്ങൾക്ക് കഴിയും. ഈ സാഹചര്യത്തിനകത്തൂടെ കർത്താവ് നിങ്ങളെ നടത്തും. അതിനകത്തും പിറുപിറുക്കാതെ മനസ്സുമെടുക്കാതെ നടക്കുക. കർത്താവിനോട് ചേർന്ന് വചനത്തിനകത്ത് നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ കൃപ ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു ആന്റി.